So, hello guys, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ സാധനം ഞാനൊരു ഏകദേശം ഒരു മാസമായിട്ടുള്ള ഒരു 2-3 ആഴ്ചയുടെ ഉള്ളിൽ വാങ്ങിയ സാധനമാണ് MSIയുടെ ഒരു കിഡിലൻ ഗെയിമിംഗ് ലാപ്ടോപ്പ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതായത് 70,000 രൂപേൻ്റെ താഴെ വരുന്നതിൽ ഏറ്റവും ബെസ്റ്റ് സാധനം ഇതാണ് ഞാൻ പറയും. കാരണം കിഡിലൻ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്കിതിൽ കിട്ടുന്നത്. ഗ്രാഫിക്സ് കാർഡ് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് വേറെ ഒരു ഡിവൈസിൽ നമുക്ക് കിട്ടുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കിഡിലൻ ഗെയിമിംഗ് മോൺസ്റ്റർ ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ഏകദേശം 65 സംതിങ് രൂപയ്ക്കാണ് ഇത് ഞാൻ വാങ്ങിച്ചത്. സോ അതിൻ്റെ പ്രൈസ് ഇങ്ങനെ മാറി കളിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രൈസ് കറക്റ്റ് പറയാൻ പറ്റില്ല. 70,000 രൂപേൻ്റെയും 60,000 രൂപേൻ്റെയും ഇടയിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിഡിലൻ ഗെയിമിംഗ് ഗെയിമിംഗ് ലാപ്ടോപ്പാണ് നമ്മുടെ MSIയുടെ GF63 തിൻ എഡിഷൻ വരുന്നത്. വളരെ തിന്നായിട്ടുള്ളൊരു എഡിഷനാണ്. സോ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് എന്ത് ചെയ്യണം, നമ്മൾ കിഡിലൻ സാധനത്തിൻ്റെ അൺബോക്സിങ് നമുക്കൊന്ന് കണ്ടുവരണം. ഓക്കെ, എന്തൊക്കെയാണ് ബോക്സിൽ MSI പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് നോക്കണം. എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നത്, അതായത് അൺബോക്സിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം, നിങ്ങളെല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ യൂട്യൂബ് ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ റിയൽ ഫോളോവേഴ്സ് വേണം, ജെന്യൂൻ ആയിട്ടുള്ള ഫോളോവേഴ്സ് വേണം. അത് യൂട്യൂബിലാണെങ്കിൽ ആക്റ്റീവായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ്, വാച്ചിങ് ഓർ ലൈക്ക് അങ്ങനെ എല്ലാം വേണം. നേരെ പൊക്കോളി SocioHike എന്ന വെബ്സൈറ്റ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് 39 രൂപയ്ക്ക് വരെ 1K ഫോളോവേഴ്സൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കിടക്കാച്ച ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. അവർ ടോപ്പിലായിട്ടുള്ള മെയിൻ മെനുവിൽ ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരെ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട പർച്ചേസിങ് പാക്കേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, നേരെ പൈസ കൊടുത്തിട്ട് വാങ്ങുക. വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഫോളോവേഴ്സും ലൈക്കും വ്യൂസും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മാത്രമല്ല NTech10 എന്നാണ് കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പർച്ചേസിലും 10% ഡിസ്കൗണ്ടും അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അതിന് മുമ്പ് ജസ്റ്റ് എന്തൊക്കെയാണ് ബോക്സിൽ നോക്കാം. സോ അൺബോക്സ് ഇറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം MSIയുടെ ബോക്സ് കേട്ടോ. MSI GF63 ബോക്സ് ഇതാണ്. ഒരു ബ്ലാക്ക് കളർ, അതേപോലെ തന്നെ ഒരു റെഡ് കളറിൽ MSI എന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റായിട്ട് നമ്മൾ ലാപ്ടോപ്പ് ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. സോ ജസ്റ്റ് അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. എന്തൊക്കെയാണ് കവറിലുള്ളത്, വേറെ എന്തൊക്കെ കവറിലുണ്ട് നോക്കാം. ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. പിന്നെ ഒരു ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് കുറച്ച് യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ ഒരു SSD വേറെ എക്സ്റ്റേണൽ ഹാർഡ് ഇടാനുള്ള ഒരു സാധനം വരുന്നത്, അതേപോലെ തന്നെ യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. പിന്നെ വേറൊരു ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ചാർജിങ് കേബിൾസ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് കേബിൾസ് അവർ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചാർജിങ് അഡാപ്റ്റർ 120 വാട്ടിൻ്റെ ഒരു ചാർജിങ് അഡാപ്റ്റർ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മുടെ ലാപ്ടോപ്പാണ് ബാക്കിയുള്ളത്. സോ അതും കൂടി ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് കവർന്ന് പുറത്തിറക്കാം. സോ ഇതാണ് കേസ് നമ്മുടെ സ്വന്തം MSIയുടെ GF63 തിൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഒരു ലുക്ക് നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി. സോ എന്തായാലും ഒരു രക്ഷയില്ലാത്ത ലുക്ക്. നമുക്ക് അതിൻ്റെ പുറമുള്ള ഒരു ഷീൽഡ് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കാം. അതൊരു പ്രൊട്ടക്ഷന് വേണ്ടി അവർ കൊടുത്തതായിരിക്കാം. അതും കൂടി എടുത്തൊക്കെ ഇപ്പോൾ നല്ലൊരു അടിപൊളി ഡിസൈൻ, നല്ലൊരു മാറ്റ് ഫിനിഷിങ്ങാണ് അതിൻ്റെ പുറകിലൊക്കെ വന്നിട്ടുള്ളത്. സോ ഒരു രക്ഷയില്ലാത്ത ഡിസൈൻ. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ വൈസ് ഓക്കെയാണ്. നല്ല രീതിക്ക് ഒരു കിടക്കാച്ചി ലോഗിങ് കൊടുത്തിട്ടുണ്ടോ. പ്രത്യേകിച്ച് എടുത്ത് വരാനുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ബ്ലാക്ക് കളറിൽ ഒരു റെഡ് കളറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലോഗോ, MSIയുടെ ഒരു ഡ്രാഗണിൻ്റെ ലോഗോ സെപ്പറേറ്റ് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ആക്കി വെക്കാം. ഓക്കെ, ഓപ്പൺ ആക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരു കീബോർഡ് പ്രൊട്ടക്ഷന് വേണ്ടി ഒരു മാറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ് കേട്ടോ. ഓൾ ഭാഗമൊക്കെ ഇത്രയാണെന്നുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്മൂത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മൗസ് പാഡ് വരുന്നുണ്ട്. മൗസ് പാഡൊക്കെ അത്യാവശ്യം സ്മൂത്താട്ടോ, ഒരു കുഴപ്പമില്ല. അത്യാവശ്യം സെൻസിറ്റീവ് ആണ്. പിന്നെ സൈഡിലായിട്ട് കുറച്ച് സ്റ്റിക്കർ വർക്ക് വരുന്നുണ്ട്. ഇൻ്റലിൻ്റെയും അതേപോലെ തന്നെ RTXൻ്റെ ഒക്കെ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വലിയ ഡിസ്പ്ലേ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും താഴെയായിട്ട് MSI എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളറിൽ MSIൻ്റെ ഒരു മാർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓണാക്കി നോക്കാം. എത്രയാണ് ബൂട്ടിംഗ് ടൈമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കാണ്. ഓക്കെ, നമ്മുടെ കീബോർഡും കാര്യങ്ങളൊക്കെ ലൈറ്റ് വന്നിട്ടുണ്ട്. ഇതാട്ടോ റെഡ് കളർ മാത്രമേ ഉള്ളൂ, ബാക്ക് ലൈറ്റ് റെഡ് മാത്രമാണ്. സോ നിങ്ങൾ ബൂട്ടിംഗ് ടൈം നോക്കുക, ജസ്റ്റ് നോക്കാം. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലാപ്ടോപ്പ് ബൂട്ടായിട്ട് വരുന്നുണ്ട്. MSIയുടെ ലോഗോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. സോ ഇതാണ് കേസ് നമ്മുടെ ലാപ്ടോപ്പ്. ഓക്കെ, ഒരു രക്ഷയില്ല, കിടുക്കാച്ചി, വേറെ രക്ഷയില്ലാത്തൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. സോ ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ,
സോ ഇതപ്പോൾ അൺബോക്സിങ്ങിൽ നമ്മൾ ഓൾമോസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ MSIയുടെ GF63 തിൻ എഡിഷൻ. ആ പേരിൽ നമുക്ക് തിൻ എന്നൊരു വേർഡ് കിട്ടിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ കട്ടി കണ്ടില്ലേ, വളരെ തിന്നായിട്ടുള്ള ഗെയിമിംഗ് ലാപ്ടോപ്പ് നോർമലി ഇതിലേറെ കട്ടി ഉണ്ടാവലുണ്ട്. ഇത്ര കുറച്ച് കട്ടിയിൽ ഗെയിമിംഗ് ലാപ്ടോപ്പ് വരാറില്ല. വളരെ തിന്നും അതേപോലെ തന്നെ ലൈറ്റ് വെയ്റ്റുമായിട്ടാണ് MSI GF63 തിൻ എഡിഷൻ പുറത്ത് ഇറക്കിയിട്ടുള്ളത്. സോ എന്തായാലും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കണം. ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്ട്സും കാര്യങ്ങളൊക്കെ നോക്കാം. സോ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു ഭാഗമൊക്കെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ബിൽഡ് ക്വാളിറ്റി ചെറിയൊരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു സംശയം തോന്നുന്നത് ഇതിൻ്റെ പിറക് സൈഡാണ്. സാധാ വലിയൊരു ക്വാളിറ്റിയുള്ളൊരു മെറ്റീരിയൽ അല്ല ഇതിൻ്റെ പിറകിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, കാരണം പിറക് ഭാഗമാണ്, അത്ര ഡാമേജും കാര്യങ്ങളൊന്നും വരാത്ത ഏരിയയാണ്. സോ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ ഇഷ്യൂസൊന്നും ഡിസൈനിൽ എനിക്ക് ഈ ഭാഗം വന്നിട്ടില്ല. ഒരു കിടുക്കാച്ചി ഡിസൈനാട്ടോ താഴെ കൊടുത്തുള്ള ഒരു കിടുക്കാച്ചി ഡിസൈനാണ് നമുക്ക് പിറകിൽ വന്നിട്ടുള്ളത്. പിന്നെ പിറകിൽ ഒരു ചെറിയ ഇഷ്യൂ കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ 1 ഇയറോ 2 ഇയർ ആയിട്ട് ഇതിൻ്റെ വാറൻറ്റി വരുന്നുണ്ട്. ആ വാറൻറ്റി പീരീഡിൽ നമുക്കിതിൻ്റെ SSD മാറ്റാനോ അതേപോലെ തന്നെ RAM അപ്ഗ്രേഡ് ചെയ്യാനോ അങ്ങനെ ഒരു കാര്യം പറ്റില്ല. കാരണം ഇവിടെ കണ്ടോ ഒരു സീല് വെച്ചിട്ടുണ്ട് അവർ. ഈ സീല് പൊട്ടിച്ചിട്ട് മാത്രമേ നമുക്ക് SSD അതേപോലെ തന്നെ ഏത് കാര്യവും ഈ ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ സീല് പൊട്ടിച്ചാൽ വാറൻറ്റി കാര്യങ്ങളൊന്നും കിട്ടില്ല. സോ അത് MSIൻ്റെ ചെറിയൊരു എന്താ പറയുക ഒരു മോശമായിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനൊന്നും പറ്റില്ല 2 കൊല്ലത്തിന്. അപ്പോൾ എന്തായാലും ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. ഈ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു മെറ്റൽ ഡിസൈനാണ് ഇത് കാണുന്നത്. ഒരു മെറ്റൽ ഫിനിഷിങ് നമുക്കിവിടെ വരുന്നുണ്ട്. സെൻട്രലായിട്ടാണ് MSIയുടെ ഒരു ഡ്രാഗൻ്റെ ഒരു ലോഗോം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കിടുക്കാച്ചി ലോഗോണ്ട് എനിക്ക് ഈ ഡിസൈൻ ഒരുപാട് ഇഷ്ടമായി. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിടുക്കാച്ചി ഒരു മോൺസ്റ്റർ ലുക്കുള്ളൊരു ലാപ്ടോപ്പാണ് നമുക്ക് GF63 MSI പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ലോഗോം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഡിസൈൻ എടുത്ത് പറയാനില്ല. എന്തായാലും നമുക്ക് ഈ സാധനം ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യാം നോക്കാം വേറെ എന്തൊക്കെയാണുള്ളതെന്ന്. സോ ഗൈസ് കണ്ടില്ലേ, കിടുക്കാച്ചി ഒരു രക്ഷയില്ല. വളരെ തിന്നായിട്ടുള്ളൊരു ലാപ്ടോപ്പാണ്. ഒറ്റ കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ എന്തായാലും ഫസ്റ്റത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഇവിടെ കീബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്ക് ലൈറ്റ് കീബോർഡ് റെഡാണ്, വേറെ കളേഴ്സൊന്നും വരുന്നില്ല. RGB അല്ല, ഒരു റെഡ് കളറിലുള്ള കീബോർഡ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് MSI ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് റെഡ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം തിരഞ്ഞെടുത്ത് കേട്ടോ. ഒരു റെഡ് വാൾപേപ്പറും കാര്യങ്ങളും റെഡ് റൂം ലൈറ്റൊക്കെ വെച്ചാൽ നമ്മുടെ സ്റ്റുഡിയോ വേറെ ലെവലായിരിക്കും ഗൈസ്. പിന്നെ ഒരു മൗസ് പാഡ് വരുന്നുണ്ട്. മൗസ് പാഡ് കുഴപ്പമില്ല, അത്യാവശ്യം വലിയൊരു മൗസ് പാഡ് തന്നെയാണ്. പക്ഷേ ഞാൻ കൂടുതൽ അത് യൂസ് ചെയ്യാറില്ല കേട്ടോ. ഭയങ്കര സെൻസിറ്റീവാണ്. സോ ഞാനത് കൂടുതൽ യൂസ് ചെയ്യാറില്ല. ഞാൻ മൗസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇന്റൽ വരുന്നുണ്ട്. Core i5 ആണ് ഇത് വരുന്നത്. Core i5ൽ 10th ജനറേഷനാണ് നമ്മളെ MSI GF63 തിൻ എഡിഷൻ വരുന്നത്. അതേപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡ് കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാഫിക്സ് കാർഡ് നോക്കുകയാണെങ്കിൽ NVIDIAൻ്റെ GeForce RTX 3050 ആണ്. 3050 ഇതിൻ്റെ ഗ്രാഫിക്സ് കാർഡ് വരുന്നത്. സോ ഒരു പെർഫോമൻസ് കിങ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം കേസ്. ഓക്കെ, GTA 5 അങ്ങനെ എല്ലാ മാസ്മരിക ഗെയിമുകളും നമുക്ക് ഹൈ ഗ്രാഫിക്സിലിട്ട് കളിക്കാൻ പറ്റുന്നൊരു കിഡിലൻ ലാപ്ടോപ്പാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 70,000 രൂപേൻ്റെ താഴെ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് വെച്ചിട്ട് വരുന്ന ലാപ്ടോപ്പുകൾ ഇല്ല കേസ്. ഓക്കെ, ഇതിന് 65 സംതിങ്ങിനാണ് ഞാൻ ഈ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഈ RTX 3050 ഗ്രാഫിക്സ് കാർഡിൽ വരുന്ന ഒരൊറ്റ സാധനം ഞാൻ ഫ്ലിപ്കാർട്ടിൽ കണ്ടിട്ടുള്ളൂ. അത് നമ്മുടെ Acer Nitro 5 ആണ്. ഓക്കെ, അതിന് കുറച്ചും കൂടി സ്പെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് 70,000 രൂപ കറക്റ്റ് വരുന്നുണ്ട്. സോ അത്ര ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടും നമുക്ക് ഈ സാധനം പ്രത്യേകം ഒരു ഇഷ്ടം തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ സാധനം എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സാധനം വാങ്ങിയപ്പോൾ 65 രൂപക്കാണ് ഞാൻ എടുത്തത്, 67 രൂപക്കാണ് എടുത്തത്. പക്ഷേ ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ ഒരു ഷോപ്സി പറഞ്ഞൊരു ആപ്ലിക്കേഷൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ സ്വന്തം ആപ്ലിക്കേഷനാണ്. ഒരു റിവാർഡ്സ് കൊടുക്കുന്നൊരു ആപ്ലിക്കേഷനാണ്. സോ ഞാൻ ആ ഒരു ആപ്ലിക്കേഷനുമായി കയറി എടുത്തപ്പോൾ എനിക്കൊരു 1000 രൂപയും കൂടി എന്ത് ചെയ്തു ക്യാഷ് ബാക്ക് കിട്ടി. സോ 64,000 രൂപക്കാണ് ഞാൻ ഈ സാധനം എടുത്തത് കേട്ടോ. നമ്മൾ ഷോപ്സിൽ കയറി നോക്കുമ്പോൾ എല്ലാ പ്രൊഡക്റ്റും എടുത്ത് നോക്കുമ്പോഴും നമ്മൾ അത് വാങ്ങിയാൽ നമുക്ക് എത്ര ക്യാഷ് ബാക്ക് കിട്ടും അതിൻ്റെ ഇടയിൽ എഴുതിയിട്ടുണ്ടാവും. സോ ഞാൻ ഈ സാധനം നോക്കിയപ്പോൾ 1000 രൂപ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വാങ്ങിയാൽ അതിൽ നിന്ന് ക്യാഷ് ബാക്ക് കിട്ടും. സോ അപ്പോൾ ഒരു 1000 രൂപ അവിടെ കുറഞ്ഞ് 1000 രൂപയും കൂടെ അവിടെ കുറഞ്ഞ്. സോ ഞാൻ എന്ത് ചെയ്തു, എല്ലാ സാധനവും ഫ്ലിപ്കാർട്ടിൽ ഞാൻ എന്ത് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിലും ഷോപ്സ് വഴിയാണ് ഞാൻ ഓർഡർ ചെയ്യാറുള്ളത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളത് കയറിയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഫ്ലിപ്കാർട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതുവഴി കയറി ഓർഡർ ചെയ്താൽ എല്ലാ ഓർഡേഴ്സിനും ക്യാഷ് ബാക്ക് ഷുവറാണ്, അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ടാവും. സോ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ RTX 3050 ആണ് ഗ്രാഫിക്സ് കാർഡും കാര്യങ്ങളൊക്കെ വരുന്നത്. Core i5ൻ്റെ 10th ജനറേഷനാണ് വരുന്നത്. 10th ആണ്, 11th അല്ല. Core i5 10th ജനറേഷനാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇത് ഇൻബിൽഡ് ആയിട്ട് Windows 10 നമുക്ക് അവൈലബിൾ ആട്ടോ. പക്ഷേ മൈക്രോസോഫ്റ്റ് ഓഫീസും കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ആക്ടിവേറ്റഡ് അല്ല. ഓക്കെ, ഇല്ല എന്നാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി MSI പറഞ്ഞത് ഇല്ല എന്നാണ്. പക്ഷേ ഇതിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ട് കാണുന്നുണ്ട്. എന്താ സംഭവം എനിക്കറിയില്ല. പിന്നെ ഞാൻ ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ അത് ഫസ്റ്റ് ടൈം ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ ഇതിൽ Windows 11ക്കുള്ള അപ്ഗ്രേഡ് വന്നു. ഇപ്പോൾ ഇത് കറൻ്റ്ലി Windows 11ലാണ് റൺ ചെയ്യുന്നത്. ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇതുണ്ട് Windows 11ക്ക് എനിക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സോ കറൻ്റ്ലി Windows 11ലാണ് ഇത് ഓടുന്നത്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി Windows 11. പ്രത്യേകിച്ച് ബഗ്ഗോ കാര്യങ്ങളൊന്നും ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തില്ല.
പിന്നെ ഞാൻ എടുത്തതിൻ്റെ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ 1 TB അല്ല ഗേസ്, നോ 1 TB, 512 GB NVMe SSD ആണ് ഇതിൽ ഉള്ളത്. സോ ഇതിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ഡാറ്റ ഫുള്ളാട്ടോ. എൻ്റെ ഓൾഡ് ലാപ്ടോപ്പിൽ അതിൻ്റെ ഡാറ്റാസ് മുഴുവൻ ഞാൻ ഇതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ഓൾമോസ്റ്റ് ഡാറ്റ ഇപ്പോൾ ഫുള്ളാണ്. 512 GB SSD ആണ് വരുന്നത്. അതേപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡ് നോക്കുകയാണെങ്കിൽ 4 GB NVIDIA GeForce RTX 3050 ആണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ റാം നോക്കുകയാണെങ്കിൽ ഒരു 4 GB റാം 8 GB റാം ഇതിൽ വരുന്നുണ്ട്. 8 GB ഓക്കെയാണ്, നമുക്ക് വേണമെങ്കിൽ അപ് ടു 64 വരെ ആയിട്ട് ഇത് എന്ത് ചെയ്യാം, എക്സ്പാൻഡബിൾ ചെയ്യാം റാം. ഓക്കെ, സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കുഴപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 15.6 ഇഞ്ചിൻ്റെ ഒരു ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ വരുന്നത്. മാത്രമല്ല ഒരു IPS NTSC IPS ലെവലുള്ള ഡിസ്പ്ലേ ആണ്. പക്ഷേ ആ ഒരു ഡിസ്പ്ലേ വെച്ച് നോക്കുമ്പോൾ IPS LCD ഡിസ്പ്ലേ ആയിട്ട് പോലും നല്ലൊരു ക്വാളിറ്റി, നല്ലൊരു ഗെയിമിംഗ് ഗ്രാഫിക്സ് ഒക്കെ നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. നല്ലൊരു രീതിയിലുള്ള ഡിസ്പ്ലേ, എനിക്ക് പേഴ്സണലി ഡിസ്പ്ലേ എനിക്ക് ഇഷ്ടമായി. പിന്നെ അതിന് 144 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഗെയിം കളിക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത റീഫ്രഷ് റേറ്റാണ്. 144 ഹെർട്സ് ഇതിൽ റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമാണ് ഈ ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ. അത് മനസ്സിലാവാത്ത ആളുകൾക്ക് എന്താണെന്ന് വെച്ചാൽ ചില ഡിസ്പ്ലേ ഗ്ലേസിംഗ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും. അതായത് നമ്മളിങ്ങനെ നോക്കിയാൽ നമ്മളെ മുഖം കറക്റ്റായിട്ട് ഡിസ്പ്ലേയിൽ കാണും. ഒരു കണ്ണാടിയിലൊക്കെ നോക്കിയാൽ മതി, നമ്മളെ മൊബൈൽ സ്ക്രീനിലൊക്കെ നോക്കിയാൽ മതി. പക്ഷേ ഇത് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാണിക്കില്ല. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ലൈറ്റൊക്കെ റിഫ്ലക്റ്റ് ചെയ്താൽ വളരെ ചെറുതായിട്ട് ഒരു ഷാഡോ പോലെയാണ് കാണിക്കുള്ളൂ. കറക്റ്റ് നമ്മളെ മിറർ പോലെ ഇതിൽ കാണിക്കില്ല. അതാണ് ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് ഇവിടെ ഫ്രണ്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയുടെ ബസൽസ് കുറച്ച് ഓൾമോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ മാനുവലായിട്ടുള്ള ഇത് മൂടാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊന്നും ഇതിൽ പ്രൊവൈഡ് ചെയ്തില്ല. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ലാപ്ടോപ്പിലൊക്കെ നമുക്ക് മാനുവലായിട്ട്, അതായത് മെക്കാനിക്കലി ഈ ക്യാമറ എന്ത് ചെയ്യാൻ പറ്റും, ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം വരുന്നുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് MSIയുടെ ഡ്രാഗൺ സെൻറ്റർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഒരു കിടുക്കാച്ചി സോഫ്റ്റ്വെയർ ആണ്, ഗെയിമിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഓഫാക്കാൻ ഓണാക്കാനൊക്കെ പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അതിലുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫാന് ഗെയിം കളിക്കുമ്പോൾ ഞാൻ GTA 5 ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി, എന്നിട്ട് ഒരുപാട് കളിച്ച് നോക്കി. നല്ല രീതിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കളിക്കാൻ പറ്റുന്നുണ്ട്. ഹൈ ഗ്രാഫിക്സിലിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ലാഗോ കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. നല്ലൊരു കിഡിലൻ പെർഫോമൻസ് നമുക്ക് ഈ സാധനം തരുന്നുണ്ട്. പക്ഷേ ഹീറ്റിംഗ് നോക്കുമ്പോൾ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് നോക്കുകയാണെങ്കിൽ ആവറേജ് ഒരു ഹീറ്റിംഗ് ഒരു 80 ഡിഗ്രി ആ റേഞ്ചിലാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. പക്ഷേ ഈ ഒരു സാധനത്തിൻ്റെ ആവറേജ് ടെമ്പറേച്ചർ വരുന്നത് ഏകദേശം ഒരു 76 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൻ്റെ ടെമ്പറേച്ചർ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂളിംഗ് സിസ്റ്റം നന്നായിട്ട് രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിത് ഓണാക്കുമ്പോൾ നല്ല രീതിക്ക് ചൂടാകുമ്പോൾ ഇവിടെ ഫാന്, ഇതാണ് ഫാന്, ഇതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഫാനിൻ്റെ കാറ്റ് പുറത്തേക്ക് വരുന്നത്. നല്ല ചൂട് കാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഒരു ഇഷ്യൂസ് ഒന്നുമില്ല. കറക്റ്റ് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, 76 ഡിഗ്രി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിന് മുകളിലേക്ക് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. നമ്മൾ ഗെയിം ഓഫാക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമ്പോൾ തന്നെ സഡൻലി കൂളാവുന്നുണ്ട്. ഇതിൻ്റെ ചാർജിങ് നോക്കുകയാണെങ്കിൽ, ബാറ്ററി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു 4 മണിക്കൂറൊക്കെ അവർ പറയുന്നുണ്ട്. ഗെയിമിംഗ് ലാപ്ടോപ്പിൽ നമ്മൾ ഒരിക്കലും ബാറ്ററി എക്സ്പെക്ട് ചെയ്യരുത്. കുത്തിവെച്ച് കളിക്കുകയാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും കളിക്കാം. പക്ഷേ ഇതിൽ കുത്തിവെച്ച് നമ്മൾ എത്ര കുത്തിവെച്ചാലും 92% ചാർജ് മാത്രമേ കയറുള്ളൂ. അത് നല്ലൊരു കാര്യമാണ്. ചില പുതിയ ലാപ്ടോപ്പിൽ അങ്ങനെ വരുന്നുണ്ട്. നമ്മൾ എത്ര കുത്തിവെച്ചാലും 92% മാത്രമേ കയറുള്ളൂ, ഫുൾ ചാർജിലേക്ക് ആവില്ല. ഓക്കെ, അത് നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടോ, വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഷോപ്സി വഴി വാങ്ങിക്കോളൂ. അപ്പോൾ ഒരു 1000 രൂപേൻ്റെ ഡിസ്കൗണ്ടും കിട്ടും. സംഭവം കിട്ടില്ല, വേറെ ഒരു രക്ഷയില്ല. പിന്നെ ഇതിൻ്റെ ദോഷമായിട്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തോന്നിയില്ല. ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ ചാർജിങ് പോർട്ട് ഇവിടെയാണ് വരുന്നത്, ചാർജ് ചെയ്യാനുള്ള പോർട്ട് ഇവിടെയാണ് വരുന്നത്. ചാർജ് ചെയ്യുമ്പോൾ അതായത് നമ്മളെ ലാപ്ടോപ്പിൽ ഒരു ടേബിളിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ചാർജിങ് വയർ നമ്മൾ ഇതിലൂടെയാണ് പിറകിലോട്ട് എടുക്കുക. ആ വയർ ഇതിലൂടെ പിറകിലോട്ട് പോകുമ്പോൾ നല്ല രീതിക്ക് ഗെയിം കളിക്കുന്ന സമയത്ത് നല്ല ചൂട് കാറ്റാണ് ഇത് വരുന്നത്. സോ ഒരുപാട് കാലം നമ്മൾ ഈ ചൂട് കാറ്റ് വയറിനെ തട്ടിയാൽ ചിലപ്പോൾ വയർ കംപ്ലൈൻറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ ഈ ഭാഗത്തേക്ക് തിരിച്ചു വെച്ചിട്ടാണ് എന്ത് ചെയ്യുള്ളത്, വയർ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇതിൻ്റെ ചാർജിങ് അഡാപ്റ്ററിൻ്റെ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 230 വാട്ടിൻ്റെ ചാർജിങ് ആയിട്ടുള്ളത്. സോ വളരെ ഫാസ്റ്റായിട്ട് ഇതിൽ ചാർജ് കയറുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് ചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ 144 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാനിപ്പോൾ ഡുവൽ മോണിറ്റർ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. എങ്കിൽ നല്ലൊരു മാറ്റം ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റേ മോണിറ്റർ 60 ഹെർട്സും ഇത് 144 ഹെർട്സ് ആകുമ്പോൾ നല്ല രീതിക്കുള്ള ഒരു മാറ്റം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ വളരെ വളരെ തിന്നാണ് കേട്ടോ. ബെസൽസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറവുള്ള ബെസൽസാണ് ഇതിൽ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിസ്പ്ലേ വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി പോർട്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, നമുക്കിതിൽ പോർട്സ് നോക്കുകയാണെങ്കിൽ പിറകിലായിട്ടൊരു നമുക്ക് ഇത് കിട്ടുന്നുണ്ട്,
HDMI പോർട്ട് നമുക്ക് പിറകിലായിട്ട് ഒന്ന് വരുന്നുണ്ട്. ആരും കാണാതെ പോകണ്ട, പിറകിലായിട്ടാണ് ഇതിൻ്റെ HDMI പോർട്ട് വരുന്നത്. പിന്നെ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തോ ഒരു ലോക്കിംഗ് സിസ്റ്റമോ എന്തോ ഒരു ലോക്കിംഗ് പോർട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ എതർനെറ്റിൻ്റെ പോർട്ട് വരുന്നുണ്ട്, C പോർട്ട് വരുന്നുണ്ട്, 2 USB 3.0 പോർട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മൈക്കും ഒരു ഹെഡ്സെറ്റും പോർട്ട് വരുന്നുണ്ട്. സോ ഒരുപാട് പോർട്സിനൊന്നും ഒരു കുറവില്ല. അതേപോലെ തന്നെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു USB 3.0 വരുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് പോർട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ ബാറ്ററി ഇൻഡിക്കേറ്ററോ കാര്യങ്ങളോ എന്തൊക്കെ ഉണ്ട് ഇവിടെ. സോ ഇത്രയാണ് ഇതിൻ്റെ പോർട്സും കാര്യങ്ങളും. സ്പീക്കേഴ്സ് വരുന്നത് താഴത്തായിട്ടാണ്, ഈ 2 ഭാഗത്തായിട്ടാണ് സ്പീക്കേഴ്സ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഡിവൈസ് നമുക്ക് തരുന്നത് കേട്ടോ. സോ ഓൾമോസ്റ്റ് എൻ്റെ റിവ്യൂ അല്ലെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റ് ലാപ്ടോപ്പ് അണ്ടർ 70K. ഓക്കെ, ഒരു സംശയമില്ല, ഈ ഒരു പ്രൈസിൽ ബെസ്റ്റ് സാധനമായിട്ട് എനിക്ക് തോന്നി. ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ഗെയിം കളിച്ച് നോക്കി, ഒരു ഇഷ്യൂസൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ എന്തായാലും ഷോപ്സിൻ്റെ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ SocioHikeൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫോളോവേഴ്സും എല്ലാം നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയ ടെക്നോളജിയിലൂടെ അല്ലെങ്കിൽ അൺബോക്സിംഗ് വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വരെ ഗുഡ് ബൈ.